എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് നറൂട്ടോയ്ക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാം എന്ന് തന്നെയായിരിക്കും ഇപ്പോഴും ഡിസ്കസ് ചെയ്യുക. ഉടനെ ഷിനോ അവന്റെ ഇൻസെക്റ്റുകളെ അങ്ങനെ റിലീസ് ചെയ്യും. അതിനുശേഷം ആ ഇൻസെക്റ്റുകളെ വെച്ച് അവൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ഗിഫ്റ്റുകളും ക്രിയേറ്റ് ചെയ്യും. ഓറോച്ചിമാറു ആണെങ്കിൽ ആ ഇൻസെക്റ്റുകളെ കാണേണ്ട താമസം 100-110 പേടിച്ച് വിറച്ച് അവിടെ ഓടാൻ തുടങ്ങും. ആ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതമാവും. അവരിൽ 2 പേര് ആ ഇൻസെക്റ്റുകളെ പിടിച്ച് കൊല്ലാനായിട്ട് തുടങ്ങും. അതിന് ഷിനോ പറയും, അയ്യോ വേണ്ട വേണ്ട, അവറ്റകളെ കൊല്ലണ്ട, അവറ്റകള് എന്റെ ഫ്രണ്ട്സ് ആണ്. ഞാൻ പറഞ്ഞതനുസരിച്ച് അവറ്റകൾ വെറുതെ ഒരു രസത്തിന് പാറി പറന്ന് നടക്കുന്നതാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇറൂക്ക സെൻസായി ആളാണെങ്കിൽ ആ 3 കുട്ടികളെ അന്വേഷിച്ച് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് ഇപ്പൊ ആള് ഷിനോയുടെ തൊട്ടടുത്തെത്തും. അപ്പൊ ആ 3 കുട്ടികളിലെ പെൺകുട്ടി, അവൾക്കാണെങ്കിൽ ആ ഇൻസെക്റ്റുകളെ തീരെ ഇഷ്ടാവില്ല. അവൾ അറപ്പോടും വെറുപ്പോടും കൂടെ മാത്രമായിരിക്കും അവറ്റകളെ നോക്കുക. ഉടനെ ഷിനോ അവൻ ആ ഇൻസെക്റ്റുകളെ ഉപയോഗിച്ച് കുരുവികളെ ഉണ്ടാക്കി അവളുടെ അടുത്തേക്ക് വിടും. അത് കണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷാവും. പിന്നീട് ഷിനോ ഇൻസെക്റ്റുകളെ മനുഷ്യനാക്കി മാറ്റും, ആനയാക്കി മാറ്റും. അങ്ങനെ ഓരോരോ ഷേപ്പിൽ കൊണ്ടുവന്ന് കുട്ടികളെ എന്റർടൈൻ ചെയ്യിക്കും. കുട്ടികൾക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷമാവും. ഉടനെ അതില് ഒരു പയ്യൻ പറയും, ഞാനും വലുതാവുമ്പോ നിങ്ങളെപ്പോലെ തന്നെ വലിയൊരു ഇൻസെക്ട് യൂസറായി മാറും. കേട്ട് ഷിനോ അവന്റെ തലയ്ക്കൊരു കിഴുക്ക് വെച്ചു കൊടുക്കും. അപ്പൊ മറ്റൊരുത്തൻ പറയും, ഞാൻ വലുതാവുമ്പോ വലിയൊരു ഹൊക്കാഗയായി മാറും, നറൂട്ടോയെ പോലെ. ഉടനെ ഷിനോയ്ക്ക് അത് കേട്ട് ഭയങ്കര അത്ഭുതമാവും. അടിപൊളി, നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. ആ പെൺകുട്ടി അവള് ഷിനോയോട് ചോദിക്കും, മാസ്റ്റർക്ക് വലുതാവുമ്പോ എന്താവാനാണ് ഇഷ്ടം? അതിന് ഷിനോ പറയും, എനിക്ക് സാധാരണ ഒരു ഇൻസെക്ട് യൂസർ മാത്രമായി ജീവിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഷിനോ അവനിപ്പോ കിബയുടെ അടുത്തേക്ക് വരും. കിബ ഫുൾ കലിപ്പില് ഷിനോട് പറയും, ഞാനും അക്കമൊരു പട്ടിക്കുട്ടിയും ഞങ്ങൾ 2 പേരും നിനക്ക് വേണ്ടി എവിടെയെല്ലാം തെരഞ്ഞു, ഇവിടെയെല്ലാം നിന്നെ അന്വേഷിച്ച് നടന്നു. നീ ഇത്ര നേരവും എവിടെയായിരുന്നു? നീ കാണുന്നില്ലേ എല്ലാ ഷിനോബികളും നറൂട്ടോയ്ക്കും ഹിരട്ടയ്ക്കും കൊടുക്കാനുള്ള വിവാഹ സമ്മാനങ്ങള് മത്സര ബുദ്ധിയോടുകൂടെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും അടിപൊളിയായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കണ്ടെത്തി കുട്ടപ്പനും കുട്ടപ്പിക്കും ഗിഫ്റ്റായിട്ട് കൊടുക്കണം. ഇനി നമ്മുടെ മുൻപിൽ ടൈമില്ല. സോ നീ ഉഷാറായി ചാടി നിൽക്ക്, നമുക്ക് എത്രയും വേഗം ആ ഗിഫ്റ്റ് കണ്ടെത്തണം. അവര് ടീംമേറ്റിന്റെ അവസാനത്തെ മിഷനാണ് ഇതെന്നും പറഞ്ഞ് 2 പേരും കൊറേണ സെൻസായിയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് സെൻസായിയോട് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റിനെ കുറിച്ച് ചില ഐഡിയാസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ആ അക്കമൊരു പട്ടിക്കുട്ടിയുടെ മുകളിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊറേണ സെൻസായി പറയും, ഞാനൊരു കോഫിയൊക്കെ കുടിച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ ഈ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ. ആക്ച്വലി നിങ്ങൾക്കൊരു സ്റ്റോറി അറിയോ? പണ്ട് വർഷങ്ങൾക്ക് മുൻപ് സെഞ്ചു ക്ലാനിലുള്ള ആൾക്കാര് വിവാഹ സമ്മാനമായിട്ട് കൊടുത്തിരുന്നത് തേനാണ്. കാരണം അവരുടെ ക്ലാനും ഗ്രാമവും എല്ലാം തന്നെ കാട്ടിലായിരുന്നു. ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നതും വളരെ എക്സ്പെൻസീവ് ആയതും തേൻ തന്നെയായിരുന്നു. അവർ അക്കാലത്താണ് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഹണി വൈൻ കണ്ടുപിടിച്ചത്. അത് ആക്ച്വലി മെഡിക്കൽ പർപ്പസിനും അവർ യൂസ് ചെയ്യും. അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. അത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിനോയ്ക്കും കിബയ്ക്കും ആ ഒരു സജഷൻ വളരെ ഇഷ്ടാവും. ആ ഒരു ഹണി വൈൻ അതിപ്പോൾ ഉള്ളത് സൊറാക്കോ എന്ന് പേരുള്ള ഒരു ഗ്രാമത്തിലാണ്. നിങ്ങൾ ആക്ച്വലി ഒരു ട്രാക്കിംഗ് ടീമല്ലേ? സോ ഇതും ഒരു അടിപൊളി മിഷനായി എടുത്ത് ആ വില്ലേജ് കണ്ടുപിടിച്ച് ഹണി അത് ഹിനട്ടയ്ക്കും നറൂട്ടോയ്ക്കും ഗിഫ്റ്റായി കൊടുക്ക്. അത് കേൾക്കേണ്ട താമസം ഫുൾ ആവേശത്തില് കിബയും ഷിനോയും അവർ 2 പേരും അവിടേക്ക് പുറപ്പെടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അവര് 3 പേരും ഒരു ഹൈഡ് ഔട്ടിലൂടെ മുൻപോട്ട് പോവാണ്. അപ്പോഴായിരിക്കും ഒരു പൂച്ച അവരെ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. ആ പൂച്ച ചോദിക്കും, നിങ്ങൾ 3 പേരും ലീഫ് വില്ലേജിലുള്ളവരല്ലേ? നിങ്ങളുടെ ഹെഡ് ബാൻഡ് അത് കാണുമ്പോൾ തന്നെ എനിക്ക് നിങ്ങൾ ഏത് വില്ലേജിലുള്ളവരാണെന്ന് കറക്റ്റായിട്ട് പിടികിട്ടി. നിങ്ങൾ ഒരിക്കലും ഇവിടേക്ക് വരാൻ പാടില്ല. സോ ഇപ്പൊ തന്നെ നിങ്ങൾ തിരികെ പോണം. അതിന് കിബ പറയും, ദയവായി ക്ഷമിക്കണം, ഞങ്ങൾക്ക് അത്യാവശ്യമായി സൊറാക്കോ വില്ലേജിലുള്ള ഹണി കീപ്പറിനെ ഒന്ന് കാണണം. അത് കേട്ട് പൂച്ച അത് അടിച്ചു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ആരെയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നില്ല. നിങ്ങൾ ഈ നിമിഷം ഇവിടം വിട്ട് പോകുന്നതാണ് നല്ലത്. ഉടനെ കിബ അവൻ ഷിനോയോട് പറയും, ഈ ക്യാറ്റിനെ പിടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്നും പറഞ്ഞ് അതിന്റെ പിന്നാലെ ഓടും. പക്ഷെ ആ പൂച്ച അത് നിസ്സാരക്കാരനല്ല. അത് അതിന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ കിബയെയും അക്കമരുവിനെയും ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. കാര്യങ്ങൾ കൈവിട്ട് പോയെന്ന് മനസ്സിലാക്കിയ ഷിനോ അവൻ സമറിൻ ജിപ്സു ക്രിയേറ്റ് ചെയ്ത്
അവർ രണ്ടുപേരെ സേവ് ചെയ്ത് അവിടുന്ന് മുൻപോട്ട് പോവും. നമ്മുടെ ആൾക്കാർ വീണ്ടും ആ പൂച്ചയുടെ പിന്നാലെ പോവും. അങ്ങനെ പോയി പോയി അതിന്റെ ക്ലോസ് എത്തുമ്പോഴായിരിക്കും ഒരു ചുന്ദരി പെണ്ണ് അവിടേക്ക് ചാടി വീഴുക. അവൾ ചോദിക്കും, സത്യത്തിൽ നിങ്ങളൊക്കെ ആരാ? നിങ്ങൾ എന്തിനാ എന്റെ പൂച്ചയുടെ പിന്നാലെ ഓടുന്നത്? കിബയാണെങ്കിൽ അവളെ കണ്ട് വലിയൊരു വമ്പൻ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ ഇട്ടു കൊടുക്കും. അവൻ ആ പൂച്ചയെ കയ്യിലെടുത്ത് പറയും, ഇത് ആക്ച്വലി ഭയങ്കര ക്യൂട്ടാണ്, എനിക്കിതിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇതിനെ ഒന്ന് തൊടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതിന്റെ പിന്നാലെ ഓടിയത്. കിബയ്ക്കാണെങ്കിൽ ആ ചുന്ദരി പെണ്ണിനെ ഒരുപാട് ഇഷ്ടാവും. കിബ പറയും, ഈ ഒരു ക്യാറ്റ് നിങ്ങളെ പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ആക്ച്വലി ലീഫ് വില്ലേജിലെ അടുത്ത ഹൊക്കാഗെയാണ്. എന്റെ പേര് കിബ, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. ഷിനോ ആണെങ്കിൽ അവന്റെ തള്ളു കേട്ട് വണ്ടറടിക്കും. കിബ വീണ്ടും അവളോട് പറയും, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ആ ഹണി ബീ കീപ്പറിനെ ഒന്ന് കണ്ടുമുട്ടണം, ഒന്ന് കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഉടനെ അവളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെയും കൂട്ടി ആ ബീ കീപ്പറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. കട്ട് ചെയ്ത ആ ബീ കീപ്പർ അവന്റെ അടുത്തേക്ക് അവൻ വളർത്തുന്ന ഒരു തേനീച്ച അത് പറന്നെത്തി അവൻ ഇൻഫർമേഷൻ കൊടുക്കാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവനെ തേടി വന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ കിബയാണെങ്കിൽ അവിടെ മുഴുവൻ സ്മെല്ല് ചെയ്ത് അങ്ങനെ സ്റ്റൈലായിട്ട് നടക്കും. അപ്പൊ ഷിനോ അവന് കിബയെക്കുറിച്ച് ഓർത്ത് ഭയങ്കര അഭിമാനം തോന്നും. കാരണം കിബയ്ക്കാണെങ്കിൽ വലിയ വലിയ ഡ്രീംസ് ആണ്. ഫ്യൂച്ചറിൽ ഒരു ഹൊക്കാഗെയായി മാറണം, ഭയങ്കര സ്ട്രോങ് ആവണം എന്നൊക്കെയാണ് അവന്റെ തോട്ട്സ്. ഷിനോ അങ്ങനെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ആലോചിച്ച് ഒരുപാട് സന്തോഷത്തില് കണ്ണു തുറന്ന് നോക്കുമ്പോഴായിരിക്കും അവന്റെ തൊട്ടു മുൻപിലുണ്ടായിരുന്ന കിബയെയും അക്കമരുവിനെ കാണാനുണ്ടാവില്ല. കിബയുടെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. അവനിപ്പോ ആ കാട് മുഴുവൻ കയറി ഇറങ്ങി ഓടും. അപ്പൊ ഒരുപാട് തേനീച്ചകള് അവറ്റകൾ അങ്ങനെ പറന്നു വന്ന് ഷിനോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതിലൊരു തേനീച്ച അവനെ കുത്തും. ഉടനെ ആ ബീ കീപ്പർ അവനിപ്പോ ഷിനോയുടെ മുൻപിലേക്ക് വരും. ബീ കീപ്പർ പറയും, നിങ്ങൾ അന്വേഷിക്കുന്ന ആ ബീ കീപ്പർ അത് ഞാനാണ്. നീ അബുറാമി ക്ലാനിലെ ഷിനോ അല്ലേ? അതിന് ഷിനോ പറയും, അതെ. ഉടനെ ബീ കീപ്പർ ഷോക്കായിട്ട് അവന്റെ ബോഡിയിലേക്ക് നോക്കും. നിനക്കിപ്പോഴും ഒരു കുഴപ്പമില്ലേ? ഞാനാണ് ആക്ച്വലി നിന്നെ അറ്റാക്ക് ചെയ്തത്. ഇതിനോടകം എന്റെ പോയിസൺ നിന്റെ ബോഡിയിൽ കയറേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ നിനക്കാണെങ്കിൽ ഒരു ചേഞ്ചും ഇല്ല, ഒരു മാറ്റവും ഇല്ല. ബീ കീപ്പർ തല താഴ്ത്തി അവനോട് പറയും, എന്റെ പോയിസൺ അത് നിന്റെ ബോഡിയിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ നീ ഭയങ്കര പവർഫുൾ ആണ് എന്നാണ് അതിന്റെ അർത്ഥം. സോ നിനക്കെന്നെ കൊല്ലാന്ന് പറഞ്ഞ് ബീ കീപ്പർ ഇപ്പോ അവന്റെ മുൻപിൽ മുട്ടുകുത്തിയിരിക്കും. അതിന് ഷിനോ അവൻ പറയും, ഞാൻ ഇവിടേക്ക് വന്നത് ആരെയും കൊല്ലാനോ തിന്നാനോ ഒന്നും അല്ല. എനിക്ക് ആവശ്യം ആ ഹണി വൈനാണ്. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരല്പം ഹണി വൈൻ എനിക്ക് തന്നൂടെ? അത് കേൾക്കേണ്ട താമസം അവനൊരു ജഗ് നിറയെ ഹണി വൈൻ ഇപ്പൊ ഷിനോയ്ക്ക് കൊടുക്കും. ഷിനോ പറയും, താങ്ക് യു സോ മച്ച്. ഇനി എനിക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോകാനുള്ള വഴി കൂടെ നീ വേണം കാണിച്ചു തരാൻ. അപ്പോഴായിരിക്കും അവൻ പറയാ, ഇവിടേക്ക് ഒരിക്കൽ വന്നാൽ പിന്നെ ആർക്കും പുറത്തേക്ക് പോകാൻ കഴിയില്ല. നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ എന്നെ കൊണ്ടാവില്ല. ഈ കാട് മുഴുവൻ വലിയൊരു ജിപ്സൂല് അങ്ങനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടേക്ക് ആര് വന്നാലും അവരെ തിരികെ പോവാൻ ഈ ജിപ്സു അനുവദിക്കില്ല. അത് കേട്ട് ഷിനോ അവൻ ടെൻഷനായി പുറത്തേക്ക് ഓടാൻ ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് കഴിയില്ല. കട്ട് ചെയ്താ ഇവിടെ കിബയും അക്കമരും അവർക്കാണെങ്കിൽ ഒരു പോറല് പോലും ഏൽക്കാതെ വളരെ സിമ്പിളായി പുറത്തേക്ക് വരികയാണ്. അതേസമയം ഇവിടെ ബീ കീപ്പർ അവൻ ഷിനോയോട് പറയും, ആക്ച്വലി നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ്. നമ്മളുടെ രണ്ടുപേരുടെയും വഴി ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ ഞാനും എപ്പോഴും ഒരുപാട് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കും, ഒന്നിനു പോലും നമ്മൾ ആൻസർ ചെയ്യില്ല. അതുകൊണ്ടാണ് ഇതുപോലെ പല ഘട്ടത്തിലും പല സ്ഥലങ്ങളിലും നമ്മൾ ലോക്കായി പോയിട്ടുള്ളത്. ബീ കീപ്പർ ആണെങ്കിൽ ഇപ്പൊ അവനെ നിർബന്ധിക്കും, നമ്മൾ രണ്ടുപേരും സെയിം അല്ലേ? സോ ഇന്നു മുതൽ എനിക്കും നിനക്കും പരസ്പരം കൂട്ടായി. നീ എന്റെ കൂടെ ഇവിടെ നിൽക്ക്. അത് കേട്ട് ഷിനോ അവൻ ഷോക്കായി കിബ പറഞ്ഞ കാര്യം അത് ആലോചിക്കും. ഇത് നമ്മുടെ ഫൈനൽ മിഷനാണ്, ടീം 8ന്റെ അവസാനത്തെ ഹണ്ടിങ്. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ഷിനോ അവൻ ഫുൾ പവറിൽ അട്ടിച്ചു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഒരു കാരണവശാലും ഞാനിവിടെ നിൽക്കില്ല, എനിക്ക് തിരികെ പോകണം, ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇനി മുതൽ ഒന്നിനെ കുറിച്ച് ഓർത്ത് ഞാൻ ടെൻഷൻ ആവില്ല, എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം ഉണ്ടാവുമെന്ന് പറയും. ഷിനോ അത് പറഞ്ഞു തീർക്കേണ്ട താമസം ഷിനോ അവൻ അടുത്ത സെക്കൻഡ് ഇപ്പൊ എൻട്രൻസിന്റെ മുൻപിലെത്തും. ഷിനോ അങ്ങനെ ടേൺ ചെയ്ത് ആ ബീ കീപ്പറിനോട് പറയും, ബീ കീപ്പർ, നീ ഒരു കാര്യം മറക്കാൻ പാടില്ല, നമ്മുടെ ജീവിതം എന്തായിരിക്കണമെന്ന് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. കട്ട് ചെയ്താ ഇവിടെ കിബയും അക്കമരവും അവരൊരുപാട് നേരായി ഷിനോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവരെ കണ്ട ഷിനോ ഒരുപാട് സന്തോഷത്തില് ആ തേനുമായി അവരുടെ അടുത്തേക്ക് വരും. ഒടുവില്
എനിക്കത് കിട്ടിയെന്നും പറഞ്ഞ് അവർ 3 പേരും ഒത്തിരി സന്തോഷത്തില് തിരികെ വില്ലേജിലേക്ക് പോകും. ഗ്രാമത്തിൽ തിരിച്ചെത്തിയ ഷിനോ അവൻ വീണ്ടും അവന്റെ ഇൻസെക്റ്റുകൾ ഉപയോഗിച്ച് ആ കുട്ടികളുമായിട്ട് കളിക്കും. അപ്പൊ അവിടേക്ക് ഇറൂക്ക സെൻസായി വന്ന് ഷിനോയോട് പറയും, ആക്ച്വലി നീ ശരിക്കും അടിപൊളിയാണ്. ഇത്രയും വികൃതിയായ ഈ 3 കുട്ടികളെയും നിനക്ക് ചേഞ്ച് ചെയ്യാൻ സാധിച്ചു. നിന്റെ ഉള്ളില് നല്ലൊരു ടീച്ചറുണ്ട്, നിന്നെ കൊണ്ട് നല്ലൊരു ടീച്ചറായി മാറാൻ കഴിയും. അത് കേട്ട് ഷിനോ അവൻ ഒത്തിരി സന്തോഷത്തിൽ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.